ഞാനിതിൻ്റെ ഒരു വരും വരായിക പറഞ്ഞുതരാം. കുറച്ചുകൂടെ പോകുമ്പോൾ ഇവർക്ക് നല്ല രീതിയിൽ എന്താ പറയുക, ഒരു സോഷ്യൽ മീഡിയയെ മാനേജ് ചെയ്യാൻ അറിയാം. RJ അഞ്ജലിക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ അറിയാം. RJ അഞ്ജലി അതുകൊണ്ടാണല്ലോ ഇവിടെ വരെ എത്തിയത്. അവരൊരു കോളേജിലെ ഹോസ്റ്റൽ കെട്ടിടത്തിൽ ഇരുന്നു കൊണ്ട് അവിടെ TV കാണാൻ സൗകര്യമില്ല എന്നിരിക്കെ, ഹോസ്റ്റൽ കെട്ടിടത്തിൽ ഹോസ്റ്റലിൽ അങ്ങനെ TV അനുവദിച്ച് കൊടുക്കാറില്ല. അപ്പോൾ അത് കൂടുതലായി ഈ റേഡിയോ ജോക്സൊക്കെ കേട്ട് അല്ലെങ്കിൽ ഈ FM റേഡിയോ ഒക്കെ കേട്ട് അതൊരു ഘട്ടത്തിലാവണം എന്നാഗ്രഹിച്ച് വന്നവരാണ് എന്നാണ് അവർ മുമ്പൊരു തവണ പറഞ്ഞിട്ടുള്ളത്. അവർക്കതുകൊണ്ടൊരു സോഷ്യൽ മീഡിയ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് നന്നായി അറിയാവുന്നവരാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നാളെ കുറച്ച് ഇതുകൂടെ കഴിയുമ്പോൾ, അതായത് ഇപ്പോഴും ആ ആളിക്കത്തിയ തീ അണഞ്ഞിട്ടില്ല. പല മലയാളികൾക്കും അതിനെ അനുകൂലിക്കുന്നവരുമുണ്ട്, മാപ്പ് പറഞ്ഞല്ലോ ഇനി അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറയുന്നവരുമുണ്ട്. ചിലരുടെ ഉള്ളിൽ അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. കാര്യം പല തരത്തിൽ ഇതിനോട് വിയോജിക്കുന്നവരുണ്ട്. ഈ പ്രാങ്ക് ആക്കുക എന്ന് പറയുന്നത്, ഇത് ഗൂഗിൾ ഫോമിൽ ആരെങ്കിലും കൊണ്ടുപോയി രജിസ്റ്റർ ചെയ്യുകയും അതിൽ നിന്ന് ഇവർ സെലക്ട് ചെയ്ത് വിളിക്കുകയും ചെയ്തതാണ്. നമുക്കൊരു തമാശയായിട്ട് എടുക്കാം. പക്ഷേ ഒരാളുടെ സ്വകാര്യത, വ്യക്തിത്വം, അയാളുടെ ഐഡൻറ്റിറ്റിയെ പോയി ജോലിക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനം അതൊക്കെ വേണം.